ഏറെ ശ്രേഷ്ഠൻ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന ക്രിസ്തു. ഓരോ അധ്യായത്തിലും പൗലോസ് കൊണ്ട് തെളിയിച്ചു യേശുക്രിസ്തുവിന്റെ മഹിമ, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. ക്രിസ്തുവേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ 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 എന്നുവെച്ചാൽ പദശകലമൊക്കെ എന്ത് 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 ശ്രേഷ്ഠമാ. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് സ്വർഗത്തേക്കാൾ. വേറെ ഭാഗം കൂടെ ചേർത്ത് പഠിച്ചാൽ മോശയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. അവൻ ജീവനായകൻ, രക്ഷാനായകൻ, വിശ്വാസത്തിന്റെ നായകൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തൊണ്ടയടഞ്ഞുകൊണ്ട് പാടാൻ വയ്യ, എനിക്കങ്ങ് സങ്കടമാ. യൂസഫിന്റെ ഒരു പാട്ടുണ്ട്, അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊഴി ഉണ്ടോ ബ്രദറുകാർ വന്നതിന്റെ ഗുണം? അതികളൊഴി ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. എൻ 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 ജീവനായകനെ മനുവേ ലേ 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 ലൻ ജീവനായകനെ മനുവേ ലേ 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 ലൻ ജീവനായകനെ. ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ. ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ. ന്യൂനമറിയുന്നതിൽ എനിക്കവനെല്ലാമായ വൻ. എൻ 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 ജീവനായകനെ മനുവേ ലേ 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 ലൻ ജീവനായകനെ. അവൻ ജീവനായകനാ, രക്ഷാനായകനാ, വിശ്വാസത്തിന്റെ നായകനാ. അവനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്ക്. അവൻ നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേദപ്പെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഇതെല്ലാം വർണ്ണിച്ചേച്ച് പൗലോസിന് പ്രയോഗം പറയാ. ഇവൻ എത്ര മഹാനെന്ന് നോക്ക്. സാറ് പാടിയ തലയിലോട്ട് നോക്കിയേച്ച്, തങ്ക നിറമെഴും തലയുടയോനേ, തങ്ക നിറമെഴും. ആ തല നല്ല തങ്ക നിറമുള്ള തല. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. കയ്യെപ്പറ്റി ഉത്തമഗീതത്തിൽ വായിക്കുന്ന അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളം. ഓ, തലയാന്നെ തങ്ക നിറം. മുഖത്തോട്ട് നോക്കി വെച്ച് സാറ് പാടി, നിൻമുഖത്തു നിന്നു തൂകുന്നൻ മധു പൂരത്തിൽ അമ്പേ മുങ്ങിലയിക്കുന്ന ദിവ്യജ്ഞാനികൾ. സയൻസുകാരില്ല, തലയെല്ലാം മുഖത്തോട്ട് നോക്കി വെച്ച് അവരെല്ലാം മുങ്ങിക്കിടക്കുക. അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യമാണ് തലേന്ന് വന്നതും മുഖത്തിൽ നിന്ന് തൂകുന്നതും. നിൻ മുഖത്തു നിന്ന് തൂകുന്നൻ മധു പൂരത്തിൽ അമ്പേ മുങ്ങിലയിക്കുന്നു ദിവ്യജ്ഞാനികൾ. നിന്റെ നന്മൊഴിക്കരി കടയുവതിനൊരു നവ്യമായ സയൻസുമില്ല. അത് സമ്മതിക്കുന്നജ്ഞരല്ല പ്രാണികൾ.
സ്തോത്രം. തല നല്ല തങ്കനിറമുള്ള തല, കയ്യാനെ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളം, മുഖത്ത് നിന്നാന്നെ തേനിറ്റിട്ട് വീടുന്നു. വായിന്ന് വരുന്നത് ലാവണ്യ വാക്കല്ല, നിന്നെ സംഹരിക്കുമെന്നും പറഞ്ഞ് നിൽക്കുകയല്ല. മനസ്സിലായോ? നിന്നെ സംഹരിക്കാൻ വന്നതല്ല യേശു, നിന്നെ രക്ഷിക്കാൻ വന്നതാ. നിന്നെ കൊല്ലാൻ വന്നവനല്ല യേശു, നിനക്ക് ജീവൻ തരാൻ വന്നവനാ. നിന്നെ മുടിക്കാൻ വന്നവനല്ല, നിന്റെ മുടിപ്പ് മാറ്റാൻ വന്നവനാ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്വസ്ഥത കെടുത്താൻ വന്നവനല്ല, നിനക്ക് സമാധാനം തരാൻ വന്നവനാ. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, നിരാശാഭരിതരായ ജീവിതത്തിൽ നെട്ടോട്ടമടന്ന ആരെങ്കിലും എന്നെങ്കിൽ പതറണ്ട, നിരാശപ്പെടണ്ട. ആത്മഹത്യ പരിഹാരമല്ല, മറ്റൊന്നും പരിഹാരമല്ല. യേശു ക്രിസ്തു നമ്മുടെ സമാധാനം. ആ കർത്താവിന്റെ തൃപ്പാനപടത്തിൽ ഏൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ശ്രേഷ്ഠൻ എവിടെ ഇരിക്കുന്നു? അയ്യോ, സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് എനിക്ക് ആ ഭാഗമില്ല അങ്ങോട്ട് നിന്നങ്ങ് വർണ്ണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തലമുടി മുതൽ നഖം വരെ അതൊന്നും എൻ്റെ നാവ് കൊണ്ട് ഒക്കത്തില്ല, എന്നാലും അറിയാവുന്ന രീതി. സ്തോത്രം. ഉത്തമഗീതം 5 എടുക്കേണ്ടത് ഇതിനോട് ചേർത്ത്. 10-ാം വാക്യം മുതൽ അങ്ങോട്ട് താഴോട്ട് അടുക്കടുക്കായിട്ട് പറഞ്ഞാൽ അത് അലങ്കാര ഭാഷയിൽ അങ്ങ് വർണ്ണിച്ച് വെച്ചിരിക്കില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ശ്രേഷ്ഠൻ, ഉന്നതൻ, മഹിമയുള്ളവൻ വേറെ എവിടെ ഇരിക്കുന്നു? സ്തോത്രം. മത്തായിച്ചൻ പണ്ട് പാടുക, കോടി സൂര്യപ്രഭയേറൻ രാജാന്ന. 1 കോടി സൂര്യൻ ഉദിച്ചു വന്ന അവലും പ്രഭയാ ക്രിസ്തുവിന്. അതുകൊണ്ട് നീ അവിടെ കൊണ്ട് മെഴുകുതിരി കത്തിക്കുക, എണ്ണ കൊടുക്കുമൊന്നും വേണ്ട, അവൻ പ്രഭയുള്ളവനാ. നീ മണി എണ്ണയായിട്ട് നിനക്ക് വെട്ടം ഉണ്ടാകട്ടെ, നിനക്ക് ഇച്ചിരി വെട്ടമില്ല. അവൻ കോടി സൂര്യപ്രഭയുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. നിന്റെ മെഴുകുതിരി ഒന്നും യേശുവിന് വേണ്ട, നിന്റെ യാതൊരു എണ്ണ യേശുവിന് വേണ്ട. അവൻ പ്രകാശപൂരിതനാ, അവനാ സാക്ഷാൽ വെളിച്ചം. ഹല്ലേലൂയ. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവൻ എവിടെ ഇരിക്കുന്നു? ഇന്ന് മിക്കവാറും പാട്ടാ. ബ്രദറുകാരെയും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി ഇളകി നിൽക്കുക. പിന്നെ ഞാനീ പാടുന്ന പാട്ടെല്ലാം ദൂതാ, അത് വിവരമുള്ളവർക്കറിയാം. ഷൗമേൽ സാറേ നോക്കി വെച്ച് അങ്ങപ്രത്യങ്ക വർണ്ണനെ നോക്കി വെച്ച് സാറ് ഒരു പ്രയോഗം പറഞ്ഞു. കലജതലേശം കാണുന്നില്ലേ മനുജനിലെന്നുര ചെയ്തതാൻ. കലുഷതല്ലേ 6 കോടതി വിസ്തരിച്ചിട്ടൊരു കുറ്റവും കണ്ടില്ല. കലുഷതലേശം കാണുന്നില്ലേ മനുജനിലെന്നുര ചെയ്തതാൻ. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ഓ കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. തെല്ലിര കൊണ്ടും ബഹുജനമുണ്ടും മൃദുരുയർ പൂണ്ടും ക്രിസ്തനാൽ. എന്തോ പദങ്ങളാ. കുരുടരെ കണ്ടു, നല്ല പ്രാസവല്യോ. പിന്നെ പുള്ളി വിവരമുള്ള ആളാ, ധാരായിരുന്നല്ലോ. ഇപ്പോഴത്തെ പാട്ട്, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു. ഒരു പാട്ടാ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു. ഹല്ലേലൂയ. നല്ല പ്രയോഗമല്ലേ? കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, കള്ളന്മാരെല്ലാം വിരണ്ടു. ശാന്തത പൂണ്ടു സാഗരം. അടങ്ങാൻ പറഞ്ഞപ്പോൾ അന്നവരെ അടങ്ങി. അവനല്ലയോ അതിനെല്ലാം നിർമ്മിച്ചത്. തെല്ലിര ഒരല്പ ഭക്ഷണം, 5 അപ്പവും 2 മീനും. തെല്ലിര കൊണ്ട് ബഹുജനമുണ്ട്, വന്നവനെല്ലാം ഉണ്ട്, ബാക്കി കൊട്ടയ്ക്കകത്തും കൊണ്ടുപോയി. അയ്യോ, പിന്നെയും പാട്ട് വരുന്നു. 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി. 5000 സംതൃപ്തിയേകിയൊരു. 5000 സംതൃപ്തിയേകിയൊരു യേശു നായക, വാഴ്ക ജീവദായക നിരന്തം. യേശു നായക,
வாழ்க ജീവനായക. ഈ കർത്താവിനെ പറ്റി വർണ്ണിച്ചാലൊന്നും ആരെന്നാ പറഞ്ഞാൽ ഇത് പാടിയാലൊന്നും മതി വരികയല്ല, മതി വരത്തില്ല. 30 കൊല്ലമായി ഇതുവരെ ആർത്തി തീർന്നിട്ടില്ല. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇതുപോലെ ശ്രേഷ്ഠൻ, ഉന്നതൻ, മഹിമയുള്ളവൻ, മഹത്വമുള്ളവൻ അവൻ വേറൊരുവൻ ഇല്ല. അവനെ സേവിക്കുന്നത് സ്നേഹിക്കുന്നതുമാ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ കർത്താവിൻ്റെ ദാസന്മാരോട് പറയട്ടെ, നമ്മളെക്കാൾ, ഞാൻ എപ്പോഴും പറയുന്നതാ, നമ്മളെക്കാൾ കഴിവുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള, സൗന്ദര്യമുള്ള, കരുത്തുള്ള, ബലമുള്ള, ശക്തിയുള്ള ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചു ദൈവം കൊടുത്തില്ല. കഴിവില്ലാത്ത, ജ്ഞാനമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, കരുത്തില്ലാത്ത, ബലമില്ലാത്ത എനിക്ക് നിങ്ങൾക്കും ഈ ഭാഗ്യം ദൈവം തന്ന് നന്ദി കയ്യും കെട്ടിരിക്കാതെ സ്തോത്രം പറ ദൈവത്തിന്. തന്ന ഭാഗ്യമോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തുന്നല്ലോ. അതെ, മുമ്പോട്ട് പോകാം. അപ്പോൾ ഏറെ ശ്രേഷ്ഠമേറിയവൻ ക്രിസ്തു, ഏറെ നല്ലതാ ഈ മാർഗം. അതാണ് എബ്രായ ലേഖനം. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ മഹത്വം, മഹിമ അങ്ങോട്ട് തെളിയിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ അധ്യായം പഠിച്ച് നമ്മൾ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വേദാംശങ്ങളാണ് വായിച്ചത്. 10-ാം അധ്യായത്തിലെ വിഷയം ഒറ്റവാക്കി പറയാം: ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം സൽഗുണപൂർത്തി വരുത്തി കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. അതാ 10-ലെ ഒരു വിഷയം. ഏകയാഗത്താൽ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. അപ്പൊ ഈ വാക്യം എല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ ഏകയാഗത്താൽ സദാകാലത്തേക്ക് സദ്ഗുണപൂർത്തി വരുത്തി എന്നുവെച്ച് സ്വർഗത്തിലേക്ക് പോയിരിക്കുക യേശു. ഇനി 19-ാം വാക്യമായിര്. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പൊ അങ്ങനെ പഠിക്കണം. ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് 19-ാം വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുവാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൂടെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അടുത്ത് വരിക. പദം കണ്ടോ? അടുത്ത് വരാൻ. അപ്പോൾ നമുക്ക് ന്യായമായി പഠിക്കാം. അടുത്ത് വരാൻ ആഹ്വാനം കൊടുക്കുന്നെങ്കിൽ എബ്രായ വിശ്വാസികൾ ഇപ്പൊ എവിടെ ഇരിക്കുക? ദൂരത്തിരിക്കുക. അടുത്ത് വാ. അതിന്റെ അർത്ഥം ഇപ്പൊ അവര്, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ ആരോ ഇതിനകത്ത് ആകെ ഞാൻ കണ്ട ആരാന്ന്. പിന്നെ കാരണം ബാക്കിയുണ്ടല്ലോ, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. അടുത്ത് വരുവീൻ എന്നുള്ള പദം വന്നതുകൊണ്ട് ഈ ലേഖനം എഴുതുന്ന സന്ദർഭങ്ങളിൽ കാലയളവിൽ ഇവര് ദൂരത്ത് നിൽക്കുക. ദൂരത്തിരിക്കുന്നവരോടാ പറഞ്ഞ അടുത്തോട്ട് വരാൻ. കർത്താവിന് മഹത്വം. മറുവശം, ആരംഭ കാലയളവിൽ ഇവരടുത്ത് നിന്നവരാ. കർത്താവിനോടും കർത്തൃ ശുശ്രൂഷയോടും കർത്തൃവേലക്കാരോടും ആത്മിക ശുശ്രൂഷയോടൊക്കെ വളരെ കൂറ് പുലർത്തി അടുത്ത് നിന്നവരാ. പിണങ്ങായിരിക്കാൻ ഒരു കാര്യം പറയാം. നാട്ടിലൊക്കെ നല്ലതുപോലെ തീപ്പൊരി ശുശ്രൂഷ, നാടൻ ഭാഷയാണ്, നല്ലതുപോലെ ശുശ്രൂഷ ചെയ്ത അനേക ആൾക്കാർ അമേരിക്കയിലൊക്കെ വന്ന് ചുമ്മാ എനിക്ക് സങ്കടം വരുന്നു. സങ്കടം വരുന്നു. അതുകൊണ്ട് പറഞ്ഞതാ. കാരണം ഇവരുടെ ശുശ്രൂഷ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ വചനജ്ഞാനം, ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ, വീര്യപ്രവർത്തികളുടെ വരം, വചന വെളിപ്പാട്. എൻ്റെ ഭാഷയാ തെറ്റാന്നെ പോർക്ക്. പലരും ഇവിടെ വന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുക. ഇനി അവസരമുണ്ട് നിനക്ക് ഇനി അവസരമുണ്ട്. ഭാരമുള്ളത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ആരംഭകാലത്ത് പ്രാരംഭ ദിശകളിൽ ഇവർ കർത്താവിനോട് കർത്തൃവേലയോട് ശുശ്രൂഷയോടും വളരെ
തീഷ്ണതയോടെ നിന്നവരാ. അതാണല്ലോ ഇന്നലെ നമ്മൾ വായിച്ചത്. വിശുദ്ധന്മാരെ നന്നായിട്ട് ഇവർ ശുശ്രൂഷിച്ചവരാ. 6:9 മുതൽ ഇന്നൂടെ വായിച്ചു, ഇന്നലെ വായിച്ചതാന്നേലും 6:9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു പോലെ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതിന് രക്ഷയ്ക്ക് ഉതകതെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും. അപ്പൊ ഇവരുടെ ആരംഭത്തിലെ പ്രവർത്തിയാ അതെങ്ങനെയാ? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകള. ആരംഭകാലത്ത് ഇവര് കർത്താവിന്റെ വേലയും കർത്തൃ ശുശ്രൂഷയും നന്നായി ചുമല് കൊടുത്തവരാ. സ്തോത്രം. ഇന്നലെ ഓർപ്പിച്ച കാര്യം ഒന്നുകൂടെ പറഞ്ഞാൽ പാകം പെടാം. അങ്ങനെയൊക്കെ ധീരതയോടെ നിന്നവരെ ദൈവം മറക്കത്തില്ല. അവരുടെ സന്തതിയെയും ദൈവം മറക്കുകയല്ല. ദൈവം നിന്നെ ആദരിക്കും. സ്തോത്രം, സ്തോത്രം. അതെ, സമയത്തെ ഭയപ്പെടുന്നു. അപ്പോൾ ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്നു. കാലക്രമേണ ഇവരങ്ങ് പിറകോട്ട് മാറി. ആ എടുത്ത കണ്ണിക പഠിക്കുമ്പോൾ ഇവര് പുറകോട്ട് പോയി. അതുകൊണ്ടാണല്ലോ അടുത്ത് വരാൻ പറയുന്നേ. അടുത്ത് വാ. പുറകോട്ട് പോകാൻ രണ്ട് കാരണമാണ്. രണ്ട് കാരണം കൊണ്ടാണ് ഇവര് പുറകോട്ട് പോയി കണ്ണികയെന്ന്. ഒന്ന്, ദുർമനസാക്ഷി. രണ്ട്, ഒരു നല്ല ഹൃദയമില്ല. അതുകൊണ്ടാണല്ലോ പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് വരാൻ പറഞ്ഞേ. ദുർമനസാക്ഷി നീങ്ങമാറ്. അപ്പം ഓൾറെഡി ദുർമനസാക്ഷിയിൽ ഇരിക്കുക. അപ്പൊ രണ്ട് കാരണത്താലായി ഇവർ അകന്നു പോയത്. ഒന്ന് ദുർമനസാക്ഷി, രണ്ട് പരമാർത്ഥ ഹൃദയം ഇല്ല. ഒന്നുകൂടെ തരാം. 3, ശരീരം വെടിപ്പുള്ളതല്ല. അതുകൊണ്ട് ആ പദം വന്ന് ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകണമെന്ന്. അപ്പൊ ഇപ്പൊ ശരീരത്തിൽ അഴുക്കുണ്ട്. 3 കാരണം. ഇതിനോട് കടപിടിച്ച് വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്തിണക്കി പ്രസംഗിക്കേണ്ടത് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പോവുക. ഇല്ല, നിങ്ങൾ യോഗം കഴിയും പറയും പുള്ളി ആ വാക്യം വായിച്ചാൽ അതിനെപ്പറ്റി ഒന്നും ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് കാരണം കൊണ്ട് അകന്നുപോയി. ഒന്ന്, ദുർമനസാക്ഷി. 2, പരമാർത്ഥ ഹൃദയമില്ല. 3, ശരീരത്തിൽ മുഴുവൻ അഴുക്ക. മനസാക്ഷി ഇല്ലെന്നല്ല, മനസാക്ഷി ഉണ്ട്. പക്ഷേ ചിലക്ക് യാതൊരു മനസാക്ഷി ഉള്ളവരല്ല. ഇവിടെ അപ്പുറത്ത് ഞാൻ പറയും, ചേട്ടാ ഗേറ്റ് വിട്ട് പട്ടിയെ തുറന്നു വിടും. കറക്റ്റായിട്ട് നോക്കും. എടാ, ഉച്ച സമയത്ത് ആ ഒരു പിച്ചക്കാരൻ വരുന്നെങ്കിൽ നിന്റെ വിഹിതമാണെങ്കിലും അവൻ വിശന്നാ വരുന്നെങ്കിൽ അവന് ഭക്ഷണം കൊടുത്തു വിട്. നിങ്ങൾ ചെയ്യുന്നവരാ, അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരെ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. ചിലർ വീട്ടിലുള്ളവർക്ക് തന്നെ കൊടുക്കുന്നില്ല. അതോടെ ഫ്രിഡ്ജിനകത്ത് വെക്കാണെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കണ്ടല്ലോ. ചൂടാക്കി പുള്ളിക്ക് കൊടുത്താൽ പുള്ളി അത് കഴിച്ചു അവിടെ അങ്ങനെ പമ്മി. പിച്ചക്കാരന് അവന് ഭക്ഷണം കൊടുക്കും, വിശന്നാ വരുന്നെങ്കിൽ. പണ്ട് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു ധനാട്ടിൻ്റെ വീട്ടിൽ വേറൊരു, അവർ കാത്തലിക്സാ, ചെന്നയാൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പ്രമാണിയാ. അദ്ദേഹത്തിൻ്റെ പേര് വേണം ഞാൻ പറയാം, പുല്ലാത്തേരി ഗോപാലൻ. ചെന്ന വീട് ഞാനിപ്പോൾ പറയത്തില്ല, കാരണം അവനും ചിലപ്പോൾ ഇത് കേട്ടെങ്കിൽ പിന്നെ അത് ക്ഷീണമല്ലയോ. അതുകൊണ്ടാണ്. പുല്ലാത്തേരി ഗോപാലൻ വേറൊരു ധനാട്ടിൻ്റെ വീട്ടിൽ രാവിലെ ചെന്നു. വല്യമ്മ പറഞ്ഞുള്ള കഥയല്ല സംഭവമാണ്. അപ്പം അവിടുത്തെ കൊച്ചമ്മ വീട്ടിലെ അച്ചായനെ കൊണ്ട് കാപ്പി കൊടുത്തു. ഗോപാലൻ മുറ്റത്ത് നിൽക്കുക. അന്നത്തെ കാലവും കൂടാ. എന്നാൽ കട്ടൻ വേണോ കുടിച്ചോ തരട്ടെ എന്ന് പുള്ളി ചോദിച്ചു. ഇവർ ചോദിച്ചുമില്ല. ഗോപാലൻ വേറെ കാര്യത്തിന് വന്ന് പറഞ്ഞേച്ച് അവിടെ വർത്താനം പറഞ്ഞേക്കുക. മുതലാളി കാപ്പി കുടിക്കുന്നു. കൊച്ചമ്മ ഒരു കപ്പ് കാപ്പി കൊണ്ട് മുതലാളിക്കും കൊടുത്തു. പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞിച്ച് ഗോപാലൻ അങ്ങ് പോയി. ഈ മുതലാളിയുടെ ബോട്ട് കോട്ടയത്ത് പണ്ട് പിന്നെ ചെന്നപ്പം ഗോപാലൻ ഒരാൾക്ക് പഞ്ചാരി ഒരാൾക്ക് കാപ്പിക്കുരിയും കൂടെ പിന്നെ അങ്ങോട്ട് ബോട്ടിലോട്ട് വെച്ചാൽ അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ബോട്ട് മുതലാളിയുടെ വീട്ടിൽ വന്നപ്പോൾ ജോലിക്കാർ കാപ്പിക്കുരി ഒരാൾക്ക് പഞ്ചാരി. മുതലാളി ചോദിച്ചത് തന്നെ പുല്ലാത്തൊരു ഗോപാലൻ തന്നു വിട്ടതാണ്.
ഗോപാലിനോട് പറഞ്ഞില്ലല്ലോ കാപ്പിക്കുരും പഞ്ചാര. ഇന്നത്തെ പോലെ ഫോണധികം ഇല്ലല്ലോ. പിന്നീട് ഇവർ തമ്മിൽ കണ്ട എന്ത് ഗോപാലിന് ഒരു ചാക്ക് പഞ്ചാര, അത് ഞാൻ ഇന്നാളെ വന്നപ്പോൾ അവിടെ കാപ്പിപ്പൊടിയും പഞ്ചാര ഇല്ലെന്ന് എനിക്ക് തോന്നി. തെറി പറയണ്ടല്ലോ, എന്തിനാ തെറി പറയാന്നെ? സ്തോത്രം. നല്ലൊരു മനസാക്ഷി വേണം കേട്ടോ. വിവരിക്കുന്നില്ല. അകന്നു പോകാൻ 3 കാരണമാണ്. 1, ദുർമനസാക്ഷി. 2, നല്ലൊരു ഹൃദയമില്ല. നമ്മളിൽ പലർക്കും ഹൃദയമില്ല. ആരുടെയും കുഴപ്പമില്ല, ഹൃദയം കർത്താവിന്. അതുകൊണ്ട് എല്ലാവരും കൊടുത്ത് വെച്ചിരിക്കും. കൊരങ്ങച്ചൻ അതല്ലേ പറഞ്ഞു, അയ്യോ നേരത്തെ പറയണ്ട, ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ ഹൃദയം അങ്ങനെ. മുതൽ ചോദിച്ചായൻ അത് അത്തിമരത്തിൻ്റെ മേളിൽ വെച്ച് ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഹൃദയം കൊണ്ട് പാറി. പുഴയുടെ നടുക്ക് വന്നപ്പോഴാ, പണ്ട് പഠിച്ചതാ. മുതല പറഞ്ഞു, അയ്യോ മുതലമ്മയ്ക്ക് ഹൃദയം അത് വേണ്ട, എന്നാൽ തിരിച്ചു വിടാം. ഞാൻ ചെന്ന് ഹൃദയം എടുത്തോണ്ട് അവിടെ ആരും ഹൃദയം വീട്ടിൽ വെച്ചില്ലല്ലോ. നല്ലൊരു ഹൃദയം. പ്രിയരെ, പേരും പ്രശസ്തി സ്ഥാനവും മാനവും യേശുവിന്റെ ഭാഷ പറഞ്ഞ അങ്ങാടി വന്നനും പള്ളി മുഖ്യാസനും റബ്ബി റബ്ബുനി എന്നൊന്നും വിളി കേട്ടില്ലെങ്കിലും നല്ലൊരു ഹൃദയം വേണം. കർത്താവ് അതല്ലേ പഠിപ്പിച്ചിട്ട്, ഹൃദയശുദ്ധിയുള്ളവർ അവര് ദൈവത്തെ കാണും. ആസാപരിക്ക് പാടിയല്ലോ, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ഇത് കൂടുതൽ എന്നെ ഉറപ്പ് വേണം. സാറ് പാടില്ലയോ, പൂർണ്ണ ഹൃദയ ദേവ വേണം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പൂർണ്ണ ഹൃദയ ദേവ വേണം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പാതി മനസ്സോടെ കിടുന്ന ദേവ പൂജയെ പരൻ സ്വീകരിച്ചിടാ ഫലമാശിസായി വരാ. പാതി മനസ്സോടെ കിടുന്ന ദേവ പൂജയെ പരൻ സ്വീകരിച്ചിടാ ഫലമാശിസായി വരാ. പൂർണ്ണ ഹൃദയ ദേവ വേണം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. ഹൃദയ സേവ വേണം ദേവജാതനെ പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. നമുക്ക് നല്ലൊരു ഹൃദയം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളതാണ്. അതാരാഞ്ഞറിയുന്നവൻ. ഈ ദൈവത്തിൻ്റെ സൃഷ്ടിവൃത്തം പഠിക്കുമ്പോൾ മണ്ണുകൊണ്ടാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലാതെ കുരങ്ങ് അങ്ങനൊന്നും വന്നതല്ല. പിന്നെ ചിലയിടത്തൊക്കെ ചെന്ന് യോഗത്തിന് ആൾക്കാരുടെ ചിലരുടെ ആ നോട്ടോ ഇരിപ്പും കാണുമ്പം മലയാളത്തിലെ ഒരു പ്രയോഗമുണ്ട്, ഉൽപ്രേക്ഷ. അത് താനല്ലയോ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യ ലംഘൃതി എന്നാണ്. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് ഉൽപ്രേക്ഷ ഉണ്ടാകാറുണ്ട്, ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉൽപ്രേക്ഷ എന്ന് പറയുന്നത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി അതിന് ശേഷമായിട്ട് ദൈവം ഹവ്വായെ ഗാഢത്തിൽ വരുത്തി വാരിയല്ലൂരി ഒരു സ്ത്രീ രത്നത്തെ സൃഷ്ടിച്ച് അവൻ്റെ പ്രഥമ മർത്യനുടെ വാമഭാഗത്ത് കൊണ്ട് നിർത്തി അവന് നിർമ്മലാനന്ദം പൂണ്ടെന്നൊക്കെയാ ചൊല്ലാൻ അങ്ങ് തോന്നുക. ആദാം ഉറക്കമുണർന്ന് ഹവ്വായെ കണ്ടു. ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാ, ചൊല്ലിയിട്ടുള്ളതാ. ഉറക്കം
ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരക്ക നന്ദനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിഭാതത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനു പോലെ. അല്ലാതുള്ള മാവൊന്നൊന്നും അല്ലായിരുന്നു. അല്ലേ? ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, എവിടാ അപാകത വരുന്നത്? എന്നിട്ട് സാറ് കൊണ്ട് വർണ്ണിച്ചു കേശഭംഗിയും ഔവായുടെ. അല്ല വട്ടം കണ്ടിച്ച് തള്ള നടക്കുകയല്ലായിരുന്നു. കേശഭംഗിയും എന്നെ ചെറു നേരം ഇങ്ങോട്ടൊന്ന് നിൽക്കുക. ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, കേശഭംഗിയും. കേശഭംഗി മുടിയുടെ വടിവത്ത മുടി, കേശഭംഗിയും. അല്ലാതെ വെളുത്തതെല്ലാം കറപ്പിച്ച് കൊച്ചു കളിച്ച് കിടക്കല്ലായിരുന്നു തള്ള. മക്കള് 10-15 എണ്ണമായി. എന്നിട്ട് ഇപ്പോഴും എന്തേലും പ്രശ്നം ഉണ്ടാകും. അത് ഉന്നം വെച്ചിരുന്നോണം. നമ്മള് ബുധനാഴ്ച വരണോ? പിന്നെ ബാക്കി അവിടെ. കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്ന ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. അതുവാ ഇരിച്ച ആരും വശപ്പെടുമെന്ന്. അല്ലാതെ പല്ല് വിളകി പല്ലിൻ്റെ ഒക്കെ അടക്കുന്ന തള്ളയൊന്നും അല്ല. അത് നിങ്ങൾ രണ്ടും എന്നെ അവിടെ ഇരുന്ന് പറഞ്ഞു. എന്നെ അമ്മ പറഞ്ഞേ? എന്തോ അമ്മ പറഞ്ഞേ? ഒച്ചമ്മേ എന്തുവാ പറഞ്ഞേ? ഏതാണ്ട് പറഞ്ഞ രണ്ടുപേരൂടെ. പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും അഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും പാടലാധരം മനോമോഹനം നാശികയും. പാടലാധരം അത് വേറൊന്നും തേച്ചില്ല. പാടലാധരം മനോമോഹനം നാസികയും. മൂക്കേ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, അതുകൊണ്ടല്ലേ. യോ സൃഷ്ടി കർത്താവല്ലേ. പാടലാധരം മനോമോഹനം നാസികയും. മൂക്ക് പേടമാൻ അടിപണിതിയിടുന്ന മിടികളും മാൻ പോലും തോക്കത്തക്ക കണ്ണ്. അല്ലാതെ കൊങ്ങണ്ടി തള്ളയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടായിച്ചല്ല അങ്ങ് കറുത്ത ഗ്ലാസ്സാ വെച്ചേക്കുന്ന അറിയത്തില്ലല്ലോ. ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ. പേടമാനടിപണിതിടുന്ന മിടികളുടെ ഉല്ലതൽ കല്ലോലം പോലിളകൻ ചില്ലിയുഗം. ചില്ലിയുഗം പുരികക്കൊടി. അത് കല്ലോലം പോലെ ഇളകുന്ന. കല്ലോലം എന്ന് പറഞ്ഞാൽ വെള്ളത്തിര. കല്ലോലജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറപൊട്ടയ കമലമത് കണ്ടു ചൊല്ലിയിട്ടുള്ളതാ. അപ്പൊ കല്ലോലജാല അമ്മ അത് പഠിച്ചിട്ടുണ്ടല്ലോ. അതാ എനിക്ക് തോന്നി. ഒന്ന് ചൊല്ലിക്കുക, ഞാനെന്ന് മറന്നുപോയി. കല്ലോലജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയ കമലമത് കണ്ടു കല്യാണിമാരും കുളിക്കുന്ന കണ്ടു പൊല്ലുമിക്കട്ട് ചടല ചടവടവും അത് കണ്ടു അന്നങ്ങളങ്ങോ പറക്കുന്ന കണ്ടു അനതരനം അവയുടെ നടനമത് കണ്ടു മാരാരിക്കൂറ്റൻ മതിക്കുന്ന കണ്ടു ഐരാവനം വന്നിറങ്ങുന്ന കണ്ടു ഗന്ധത്തിപം വന്നിറങ്ങുന്ന കണ്ട്. അങ്ങനെ കണ്ടെന്ന കല്ലോലജാലങ്ങൾ. അപ്പം കല്ലോലജാലം പുരികക്കൊടി. അപ്പോൾ ഉല്ലസൽ കല്ലോലം പോലിളകൻ ചില്ലിയുഗം. ആ പുരികക്കൊടി ഈ വെള്ളത്തിന് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. വെട്ടി 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 വെട്ടി. അല്ലാതെ എല്ലാം കൂടെ വലിച്ചു പറിച്ച് കളഞ്ഞേച്ച് പാട്ടുകാരെ എല്ലാം ഒന്ന് നോക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. പാട്ട് പാടാത്തവരെ ഒന്ന് നോക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം. ഇപ്പം അത്രയൊക്കെ പറയുന്നു. ഉല്ലതൽ കല്ലോലം പോലഴകൻ ചില്ലിയുഗം. നല്ല പുരികക്കൊടി. ഉല്ലതൽ കല്ലോലം പോലഴകൻ ചില്ലിയുഗം. നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗന്ധങ്ങളും. ഗന്ധം കവള്, ദാടിമം, മാതളം, അനാറ്. അപ്പൊ കവിയുടെ ഭാവനയാ. ഔവായുടെ കവളത്തോട്ട് നോക്കിയപ്പം മുടുത്ത 2 മാതളപ്പഴം എടുത്ത്. ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ. ദൈവത്തിന്റെ സൃഷ്ടിക്ക് ഒരു ഭേദവും വരികയില്ല. സർവജ്ഞനായ ദൈവമാണ്.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സകലത്തെയും നിർമ്മിച്ച ദൈവം മനുഷ്യൻ കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല, ദൈവത്തിന്റെ സൃഷ്ടിയുടെ ശ്രേഷ്ഠത. അങ്ങനെ സൃഷ്ടിച്ച ദൈവം ഈ ഭയങ്കരവും അതിശയകരമായിട്ട് സൃഷ്ടിച്ചു. ഞാൻ ഒരു കാര്യം പറയാൻ ഇത്രയും പറഞ്ഞത്, സൃഷ്ടിച്ചപ്പോൾ ഈ ഹൃദയം ദൈവം അകത്താ വെച്ചേക്കുന്നത്. അകത്ത് വെക്കുക മാത്രമല്ല, ഇത് ആർക്കും പിടികിട്ടുകയില്ല. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്നാന്ന് നിങ്ങൾക്കും പിടികിട്ടുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അതിപ്പോൾ പിടികിട്ടുകാരെന്ന് ഇത്ര നേരം ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയല്ല. ഇവിടെ വലിയ പ്രശ്നം, പാസ്റ്ററും വിശ്വാസം കൂടെ അധിക നാളൊരു സഭയിൽ ഇരിക്കത്തും അങ്ങനെയൊക്കെ ഹൃദയത്തിനകത്ത്. പക്ഷെ ദൈവം സൃഷ്ടിച്ചപ്പം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്കും പിടികിട്ടുകയില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എനിക്കും പിടികിട്ടത്തില്ല. പക്ഷേ എൻ്റെ നിന്റെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ദൈവത്തിനറിയാം. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഉൾപ്പുകളും നിലവുകളും ചിന്തകളും വിചാരങ്ങളെയും അവൻ ആരാഞ്ഞറിയുന്നവൻ ഇന്ന് രാത്രിയോടെ വന്നിട്ടുണ്ട്. ഓടിച്ചു മുമ്പോട്ട് പോകാം. ഒന്ന് പരമാർത്ഥ ഹൃദയം, ഒന്ന് ദുർമനസാക്ഷി, അതുകൊണ്ട് അകന്നു പോയത്. രണ്ട് നല്ലൊരു ഹൃദയം ഇല്ല. മൂന്ന് ശരീരത്തിൽ മുഴുവൻ അഴുക്ക, അതുകൊണ്ടാണല്ലോ കഴുകണമെന്ന് പറഞ്ഞേക്കുന്നേ. ശരീരം കഴുകപ്പെട്ടവരായി കഴുകേണ്ടത് ചെളിയുള്ളത് കൊണ്ടല്ലേ. ചിലയിടത്തില്ലയോ ഞാൻ കുളിച്ചില്ല, വിയർപ്പ്. ചിലടത്ത് പിന്നെ കുളിയൊന്നും ഇല്ലെന്നാ പറയുന്നത്. ശരീരത്തിൽ അഴുക്ക. ലോകത്തിന്റെ അഴുക്കൊന്നും നിന്നെ കയറി പിടിക്കരുത്. ലോകത്തിന്റെ മാലിന്യം നിന്റെ മേലെ ഉണ്ടാകരുത്. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഇതൊന്നും കാണരുത്. വാട്ടം മാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കും. ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കും. പാടാൻ നേരമില്ല. അപ്പൊ ഈ ലോകത്തിന്റെ യാതൊരു അഴുക്കും കയറി പിടിക്കരുത്. ഓടിച്ചു പറയാം. 3 കാരണത്താൽ അകന്നുപോയി. 1 ദുർമനസാക്ഷി, 2 ഒരു പരമാർത്ഥ ഹൃദയമില്ല, 3 ശരീരം മുഴുവൻ അഴുക്ക്. 3 കാരണത്താൽ അകന്നു. അകന്നുപോയവരെ പൗലോസ് പറയും, അടുത്തു വാ. അകന്ന് ഇനി അങ്ങ് പോകരുത്, അടുത്തു വാ. അടുത്തോട്ട് വിളിക്കുമ്പോൾ 3 കാര്യം കാണിച്ചേച്ചാ വിളിക്കുന്നത്. അടുത്തോട്ട് വരാൻ ആഹ്വാനം കൊടുക്കുമ്പോൾ 3 കാര്യം സൂചിപ്പിച്ചു വരാൻ കാരണം. 1 യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നമുക്കൊരു പുതുവഴി ഒരുക്കിയിട്ടിരിക്കുക. അകന്ന് നിൽക്കാൻ അടുത്തു വാ. 2 സകല പാപങ്ങളും പരിഹരിക്കുവാൻ പര്യാപ്തമായ അവന്റെ പുണ്യ രക്തമിട വ്യാപരിക്കുന്നുണ്ട്. അകന്ന് നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. 3 എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മധ്യസ്ഥൻ, ഒരു അഡ്വക്കേറ്റ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാകുന്ന നിൽക്കാതെ ഇന്ന് രാത്രി ഡാളസിൽ എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, ദൂരത്തിരുന്ന് ശ്രദ്ധിക്കുന്നവരെ, ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും കർത്താവിനോടും കർത്തൃവേലിയോടും ശുശ്രൂഷയോടും ആത്മീയ കൂട്ടായ്മയോട് അകന്ന് നിൽക്കുന്നെങ്കിൽ അവൻ തകർന്നു പോകരുത്, നിരാശപ്പെടണ്ട. ഇന്ന് രാത്രി അടുത്തു വരുവാൻ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. സഭയുടെ വലിപ്പം കണ്ട് ഉപദേശന കഴിവ് കൊണ്ടൊന്നുമല്ല, ആളിന്റെ എണ്ണം നോക്കിയല്ല. ചില വാ ഞങ്ങളുടെ വലിയ ചർച്ച, അങ്ങനെയൊന്നും വല്ല ആളിനെ വിളിക്കുന്നത്. ഞങ്ങളുടെ പാസ്റ്റർക്ക് 8 ഡോക്ടറേറ്റ് ഉണ്ട്. പുസ്തകക്രമം പറയാൻ പറഞ്ഞാൽ മിക്കതും ഉണ്ടയിടും. ഭാഷയുടെ വലിപ്പവും ഹോളിന്റെ വലിപ്പവും സഭയുടെ ബിൽഡിങ്ങിന്റെ വലിപ്പവും പാർക്കിംഗ് ഏരിയയുടെ വലിപ്പം കണ്ടല്ല ആള് കൂടേണ്ടത്, അടുത്ത് വരേണ്ടത്. അടുത്ത് വരാൻ പറയുന്നത് തന്റെ തിരുമേനി തിരുശരീരം തകർക്കപ്പെട്ടു, ദേഹമെന്ന തിരശീല ചിന്തി എനിക്ക് നിങ്ങൾക്ക് ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിരിക്കുക. പീലാത്തോസിന്റെ കൽത്തലം മുതൽ കാൽവറിമേട് വരെ കുരിശുവരെ ചുമന്നുകൊണ്ട് പോകുന്ന ക്രിസ്തു, മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ട ചിരുമ്പ് ചവണ കൊണ്ട്
പിടിതെടുക്കപ്പെട്ടു. കണ്ണ് മൂടിക്കെട്ടി കന്നത്തവനെ അടിച്ചു. മുഖത്ത് കാർക്കച്ചു തുപ്പി കരുതിക്കൂട്ടികളുടെ തുപ്പല ദുർഗന്ധം വരും. ആമ കുനികപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് ഉടവയാല് പോലെ ആമ ചാട്ടവാറ കൊണ്ട് അടിച്ച് കീറി. ഓരോ അടിക്ക് ഈയക്കെട്ടെ മുൾക്കൊളുത്ത് വെല്ലും കൃഷ്ണകൂടെ കൂട്ടിക്കെട്ടി കുതിരകിട്ടത് ഓരോ നാരായി കീറി. അതിന്റെ അറ്റത്ത് കൂട്ടിക്കെട്ടി കടോര ഹൃദയന്മാരാകുന്ന ദാക്ഷിണ്യമില്ലാത്ത കാട്ടാളന്മാരാകുന്ന റോമൻ പടയാളികൾ അടിച്ച് പറിക്കുമ്പോ പച്ചമാംസം പറഞ്ഞ് ദൈവത്തിന് സ്തോത്ര. ആ മുതുക ഉടവയാല് പോലെ നീളത്തിൽ കീറി. എന്തിനാന്നറിയാമോ? ഞാൻ നീയും അടുത്തു വരാൻ തന്തിരുമേനിതാകർന്നതിനാൽ തങ്ക നീണം ചേന്തി ഓ തന്തിരുമേനിത. നന്ദി കർത്താവേ. നിന്നെ സ്വകീയ സമ്പൂർണ്ണ ഓ കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞു പരൻ കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാടികളിൽ. കണ്ടിടുക പ്രിയനേ തൂങ്ങിടുന്നു മൂന്നാടികളിൽ. എന്റെ മാന്യ സ്നേഹിതരെ, പ്രിയരെ, തന്റെ തിരുമേനി തകർക്കപ്പെട്ട് വേഗമെന്ന തിരശ്ശീല ചിന്തി നമുക്കൊരു പുത്തൻ വഴി ഒരുക്കിയിട്ടിരിക്കുക. അകന്ന് നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. ഓടിച്ചവസാനിപ്പിക്കാം. 2, സകല പാപങ്ങളും പരിഹരിക്കുന്ന ഒരു പുണ്യാക രക്തം ഇവിടെ വ്യാപരിക്കുന്നു. പാപം മോചിക്കുന്ന പരിശുദ്ധ രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, നിരാശകളെ മാറ്റിമറിക്കുന്ന രക്തം, വിലയേറിയ രക്തം, പുണ്യാക രക്തം, സംസാരിക്കുന്ന രക്തം, സൗഖ്യമാക്കുന്ന രക്തം, ആമ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ആമ സൗഖ്യമാക്കുന്ന രക്തം. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം ജയം തരുന്ന രക്തമാണ്. അവര് കുഞ്ഞാടിന്റെ രക്തത്താലാ ജയിക്കുന്നത്. സൗഖ്യമാക്കുന്ന രക്തം, പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, നിരാശ മാറ്റുന്ന രക്തം, വിലയേറിയ രക്തം, പുണ്യാക രക്തം, പരിശുദ്ധ രക്തം, ജയം തരുന്ന രക്തം. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. അകന്ന് നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. ജീസസ് 3 കാരണം കൊണ്ടാകുന്നു. 3 കാരണം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞ് അടുത്തോട്ട് വരാൻ. 3 കാരണം കൊണ്ട് അകന്നു പോയപ്പോൾ 4 കാര്യം നഷ്ടപ്പെട്ടു. നിന്ന് പ്രസംഗിക്കാൻ ഇഷ്ടമാ, സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. 3 കാരണങ്ങളുണ്ടാകുന്നു. അകന്നവരോട് പറഞ്ഞ് അടുത്ത് വാ. 3 കാര്യം കാണിച്ചേച്ചാ വിളിച്ചത്. ഒന്ന്, തിരശ്ശീല ചിന്തി, ദേഹമെന്ന തിരശ്ശീല ചിന്തി വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് പുത്തൻ വഴി, ആ പഴയ വഴി നന്നാക്കി എടുത്തതല്ല കേട്ടോ. യഹൂദന്റെ ആ പഴയ വഴിയൊന്നുമല്ല, ഇത് പുത്തൻ വഴിയാ. അത് തിരശ്ശീല എന്ന ദേഹം ചിന്തിയാ. ആ തിരശ്ശീല ദൈവാലയത്തിലെ ചിന്തിയല്ലോ. തന്റെ തിരുമരണത്തിൽ കുതിരകളെ അപ്പുറം ഇപ്പുറം വെച്ച് പിടിച്ച് വലിച്ചാൽ പോലും കീറാത്ത തരത്തിലുള്ള തിരശ്ശീല ആ മേളിൽ നിന്ന് ദൈവം അങ്ങ് കീറി. തന്റെ തിരുമേനി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അതുകൊണ്ട് അടുത്ത് വാ. അകന്നു പോയപ്പോൾ 4 കാര്യം നഷ്ടപ്പെട്ടു. 1, ഇവരെ ഹൃദയം കൊണ്ടല്ല അങ്ങ് അകന്നു പോയപ്പോൾ സ്വാഭാവിക ഉപേക്ഷയായിട്ട് വിചാരിച്ചു. ചിലർ ചെയ്യുന്ന പോലെ. ഇപ്പൊ എന്താ അപായം ഒന്നും വലിയ വിഷയമേ. ഇപ്പൊ പിന്നെ കുന്തമെല്ലാം കാണിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ചിപ്സ് അടിച്ചുകൊണ്ട് സഭായം കഴിക്കാം. ഒരു മണ്ണ് വെച്ചിട്ട് മുന്തിരിച്ചാറ് മേടിച്ച് അതോടെ അങ്ങ് സഭായം ഇപ്പം വലിയ വിഷയമൊന്നുമല്ല. സ്തോത്രം. ചില ഇവിടെ പിന്നെ എല്ലാം നന്നായിട്ടൊക്കെ ഇരിക്കുന്നു. ചിലരുടെയൊക്കെ ഇരിപ്പ് കാണണം. പ്രായമുള്ളവരും രോഗികളും ചിലപ്പോൾ കാലും മേലൊന്ന് വെച്ചെന്ന് വരാം.
കൊച്ചു പിള്ളേരും യൗവനക്കാരും ഒക്കെ കാലും വെച്ച് തള്ളുവരിലൊക്കെ ഉറപ്പിച്ച് അവസാനമില്ല അച്ഛൻ പറഞ്ഞില്ല കുന്തിരാണ്ടം എല്ലാം കൊണ്ട് ഇട്ടോണ്ട് ഇവിടെ വരാതിരിക്കട്ടെ. സ്തോത്രം. നാല് കാര്യം നഷ്ടപ്പെട്ടത്. ഒന്ന്, സഭായോഗം ഉപേക്ഷയായിട്ട് വിചാരിച്ചു. രണ്ട്, തമ്മിൽ പ്രബോധനം ഇപ്പൊ ഇല്ല, തമ്മിൽ പാരയാ. ആ 23 ഞാൻ വാക്യം തെളിയിക്കാം. 23 മുതൽ ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ അപ്പൊ അകന്ന് പോയപ്പോ 4 കാര്യം നഷ്ടപ്പെട്ടു. ഒന്ന്, സഭായോഗം ഉപേക്ഷയായിട്ട് വിചാരിച്ചു. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് തമ്മിൽ ഇപ്പൊ പ്രബോധനമില്ല. സ്നേഹത്തിനും 3, സ്നേഹമില്ല. സൽപ്രവർത്തികൾ 4, സൽപ്രവൃത്തിയില്ല. കണ്ടോ? 4 കാരണം ഇവരുടെ 4 കാര്യങ്ങൾ പോയി. ഇപ്പൊ സഭായോഗത്തിന് ഇപ്പൊ യോഗത്തിനൊക്കെ ആൾക്കാരെ കല്യാണം വിളിക്കുമ്പോല അമ്മമ്മ അച്ഛനും വരണം കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ യോഗം വരണേ, അപ്പൊ വരുമോ, വരാമോ? പണ്ടൊക്കെ ചോദിക്കുക എവിടെയെങ്കിലും യോഗം ഉണ്ട്, എവിടാ യോഗം? ഇപ്പൊ കല്യാണം വിളിക്കുമ്പോ വരണേ, നോക്കട്ടെ. നീ യൗവന നോക്കും. ഒന്നും ഞാൻ പറയുന്നില്ല, ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. തമ്മിൽ പ്രബോധിപ്പിക്കണേ. തമ്മിൽ പാരയാ. പാര വെച്ച ചനങ്ങാതിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നോക്കും വെച്ച പാര കേൾക്കുന്നുണ്ടോ. തമ്മിൽ പ്രബോധിപ്പിക്കേ. 3, സ്നേഹമില്ല. 4, സൽപ്രവർത്തികളിൽ ഇവരെ ഒത്തിരി പുറകില്ല. മടങ്ങി വാ. അപ്പോൾ അടുത്ത് വരാനുള്ള ആഹ്വാനം. ആരംഭത്തിൽ അടുത്ത് നിന്നു, കാലക്രമേണ അകന്നു പോയി. 3 കാരണം കൊണ്ട് അകന്നു. 1, ദുർമനസാക്ഷി. 2, പരമാർത്ഥ ഹൃദയമില്ല. 3, ശരീരം വെടിപ്പല്ല. അകന്നു പോയവർ എന്നേക്കുമായി പോകരുത്, അടുത്ത് വരണം. 3 കാര്യം കാണിച്ചാ വിളിക്കുന്നത്. 1, ദേഹമെന്ന തിരശ്ശീല കർത്താവ് നമുക്ക് വേണ്ടി ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്, അടുത്ത് വാ. 2, സദാ നിന്റെ സകല പാപങ്ങളും പരിഹരിക്കുന്ന ക്രിസ്തുവിന്റെ പുണ്യാഗ്രഹം ഇവിടെ ഉണ്ട്. 3, നിനക്ക് വേണ്ടി നല്ലൊരു പക്ഷപാതം ചെയ്യുന്ന അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. സദാ അവൻ പക്ഷപാതം ചെയ്യുക. പക്ഷപാതം പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കും. വീണുപോയ അകന്നുപോയ നിന്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രിയും വാദിച്ചുകൊണ്ടിരിക്കുക. അകന്ന് നിൽക്കാൻ അടുത്ത് വാ. 4 കാരണങ്ങൾ ഇടയിൽ നിന്ന് പോയി, അതിലോട്ടൊന്ന് മടങ്ങി വരണം. ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. അടുത്ത് വരാൻ ആഹ്വാനം കൊടുത്തു, അടുത്ത് വരാൻ മനസ്സുകൊണ്ട് നല്ലൊരു വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ അടുത്തോട്ട് വരുമ്പോൾ 2 വിധത്തിലുള്ള ശുദ്ധീകരണം കൂടെ ഉണ്ടാകണം. 1, ആന്തരിക ശുദ്ധീകരണം. 2, ബാഹ്യ ശുദ്ധീകരണം. അതും ആ കണ്ണികയിലുണ്ട്, വായിപ്പിക്കുന്നില്ല. ആന്തരിക ശുദ്ധീകരണം ഹൃദയങ്ങളിൽ തളിക്കണം. എന്ത്? പരിശുദ്ധ രക്തം. ഹൃദയമകത്തല്ലേ? ഹൃദയത്തിൽ രക്തം തളിക്കണം. എല്ലാറ്റിലും കപടമുള്ളതല്ലേ? തുച്ഛന്തയും പാകയും പണക്കും എന്തെല്ലാം സാധനം ഇതിനകത്ത്, അതെല്ലാം വെച്ചോണ്ട ഗ്ലോറി, കാൽവറി, വിക്ടറി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇതിനകത്ത് നിന്ന് ശുദ്ധ രക്തത്താൽ തളിക്കണം. ഹൃദയം ഒന്ന് നിർമ്മലീകരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് ആന്തരിക ശുദ്ധീകരണം. 2, ബാഹ്യ ശുദ്ധീകരണം. ഭാഗ്യശുദ്ധീകരണത്തിന്റെ വാക്യമാ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടു. ശുദ്ധ വെള്ളത്താൽ ശരീരം. വെള്ളം എന്നുള്ളത് ആത്മാവല്ല, പിന്നെന്തുവാ? തിരുവചനമാ. നമ്മളെ വെള്ളം പറഞ്ഞ എല്ലാം ആത്മാവാന്ന് പറഞ്ഞ ഈ നദി ഒഴുകിത്തിട്ട് എന്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ. ഇവിടെ വെള്ളമെന്ന് ഉദ്ദേശിച്ചത് തിരുവചനമാ. അതിന് തത്തുല്യമായ മനസ്സിലാകാൻ ഒരു പാട്ട് പാടുമ്പോൾ ഇപ്പൊ പിടികിട്ടും. പോഷിപ്പിക്ക പത്യവചനം ക്ഷീരത്താലെന്നെ നിർമ്മല തോയം നിത്യം കൂടിപ്പിച്ച് നിർമ്മല തോയം. മതി. നിർമ്മല തോയം. തോയം വെള്ളത്തിന്റെ പര്യായമാണല്ലോ. സലിലം, തോയം, ജലം, ഇതെല്ലാം. അപ്പൊ തോയം വെള്ളം, നിർമ്മല തോയം എന്ന് പറഞ്ഞാൽ ശുദ്ധവെള്ളം. അതാ പൗലോസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകാൻ. ശരീരം ഭാഗ്യശുദ്ധീകരണം. എങ്ങനെ?
തിരുവചനത്താൽ. ആന്തരിക ശുദ്ധീകരണം പരിശുദ്ധ രക്തത്താൽ. ബാഹ്യ ശുദ്ധീകരണം ദൈവത്തിന്റെ മായമില്ലാത്ത വചനത്താൽ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ രണ്ട് ശുദ്ധീകരണവും കർത്താവിന് ഇഷ്ടമാണ്. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും നമ്മുടെ കർത്താവിന് ഇഷ്ടമാണ്. ചൊല്ലി പറയണ്ടോ, നമ്മൾ പുറമെ എങ്ങനെയാണെങ്കിലും ആകും, പിന്നെ ആകും. കർത്താവ് ഹൃദയമില്ലയോ നോക്കുന്നേ അമ്മാമ്മേ? ആന്നോ? പിന്നെ നമ്മളിപ്പോ ലിപ്റ്റിക്ക് ഇട്ടു, പിരിയം മേടിച്ചു, മുടി കണ്ടിച്ചു, അത് കറുപ്പിച്ചു, പിന്നെ നമ്മൾ കൈ ഇറക്കമില്ലാത്തതൊക്കെ ഇട്ടു, പിന്നെ അങ്ങനെ അങ്ങനെ ഇട്ടു കിട്ടുമോ? അതൊന്നും ഇപ്പം ഞങ്ങളുടെ ഒരു ഉപദേശി, ഞങ്ങളൊരു പ്രത്യേക യോഗം നടത്തുമ്പോൾ ഞങ്ങൾക്കൊരു വാപ്പച്ചനുണ്ട്, നല്ല മിടുകനാണ്, നല്ല കുറിക്ക് ഒളിച്ച് മറുപടി പറയും. അപ്പോൾ ഒരു ഉപദേശി പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, ആഭരണത്തിലൊന്നും ദൈവത്തിന് വലിയ വിഷയമില്ലെന്ന്. ഉടനെ പാപ്പച്ചു ചെന്നാൽ പുള്ളിക്ക് വിഷയമുള്ള 2-3 കാര്യം പറയാൻ പറഞ്ഞു. അവൻ കയറി അങ്ങ് അടിച്ചതാ, ആഭരണത്തിലൊന്നും ദൈവത്തിന് വലിയ വിഷയമില്ല പ്രിയരേ. എന്നാ പാപ്പച്ചു ഇടുന്ന പുള്ളിക്ക് വിഷയമുള്ള 3-4 കാര്യം മനസ്സിലായി കാണുമല്ലോ. ചെല്ലു പറയുന്നത് നമ്മൾ ഈ പുറമേ നല്ല നീറ്റായിരിക്കണം, ആകെ ഒന്നും ആരും ഇപ്പം. രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. അകം വെടിപ്പാകുന്നതും പുറം വെടിപ്പാകുന്നതും രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. തെളിവൊക്കെ ഒത്തിരി എടുക്കാനുണ്ട്, നേരെ ഇല്ലാത്ത കൊണ്ടാണ്. കർത്താവ് പറഞ്ഞ ഉപമ ഉണ്ടല്ലോ, പരീക്ഷന്മാരോട് ശാസ്ത്രന്മാരോട്, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം അകത്ത്. അപ്പം ആ പറഞ്ഞതിൻ്റെ ആശയം അകവും വെടിപ്പാകണം, പുറവും വെടിപ്പാകണം. രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. ഒരു തെളിവൂടെ തരാം വചനത്തിൽ നിന്ന്, എടുത്ത് വായിപ്പിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഏത് വാക്യം? ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. സ്തോത്രം. പഴയ നിയമത്തിൽ തത്തുല്യമായൊരു പ്രയോഗമുണ്ട്. ദൈവജനത്തോട് ദൈവം പറഞ്ഞത്, യഹോവയാകുന്ന ഞാൻ നിന്റെ പാളയത്തിൽ കൂടെ നടകൊള്ളും. നിന്റെ പാളയത്തിൽ വല്ല വൃത്തികേടും കണ്ടാൽ ഞാൻ നിന്റെ പാളയം വിട്ടുപോകും. ബാഹ്യ ശുദ്ധീകരണം. അതിൻ്റെ മുകളിലത്തെ വാക്യം തന്നെ അങ്ങനെ. ബാഹ്യത്തിന് പോകുമ്പോൾ നമ്മൾ അപായത്തിനാണ് കൊണ്ടുവരുന്നത്. സാക്ഷിക്ക് എഴുന്നേൽക്കുമ്പോഴാണ് നല്ല പാര. അപ്പൊ മുകളിൽ പദം തന്നെ ബാഹ്യമെന്ന. എന്നിട്ട് താഴെ പറയുക, യഹോവയാകുന്ന ഞാൻ നിന്റെ പാളയത്തിൽ കൂടെ നടകൊള്ളും. 2 കാര്യത്തിനാ ദൈവം വരുന്നത് അവിടെ. ഒന്ന്, നിന്നെ രക്ഷിക്കാൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്നെ രക്ഷിക്കാൻ വരിക. 2, നിന്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ ഞാൻ നിന്റെ പാളയത്തിന്റെ നടുവിൽ കൂടെ വരും. എന്നാലും നിന്റെ പാളയം വെടിപ്പുള്ളതായിരിക്കണം. ഒരു വൃത്തികേടും നിന്റെ പാളയത്തിൽ കാണരുത്. അത് ഭാഗ്യശുദ്ധീകരണം. ഇത് രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് വഴി കിടക്കുക, ഓടി വരുമ്പോൾ 2 വിധത്തിലുള്ള ശുദ്ധീകരണം നടക്കണം. ആന്തരിക ശുദ്ധീകരണവും നിർത്താം. എന്തിനാണെന്നറിയോ ഇതെല്ലാം പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ഒരുങ്ങണമെന്നും ശുദ്ധീകരിക്കപ്പെടണമെന്നും ഒരുക്കപ്പെടണമെന്നൊക്കെ പറയാൻ കാരണം ആ 25-ാമത്തെ അവസാനത്തിൽ ഒരു പദം കിടക്കുന്നത് നാൾ സമീപിക്കുന്നു. നാൾ സമീപിക്കുന്നു. ഏത് നാളാ? നമ്മോട് ബന്ധപ്പെട്ട് ഇനി വരാനുള്ള നാള് കർത്താവിന്റെ നാളാ. കാഹളം ധ്വനിക്കാറായി, യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, ദൈവമക്കൾ ഇവിടുന്ന് പറന്നു പോകാറായി. ഒരുക്കപ്പെട്, ശുദ്ധീകരിക്കപ്പെട്. അകത്തും പുറത്തും ഒരുപോലെ ശുദ്ധീകരണം നടക്കട്ടെ. അവ യഥാസ്ഥാനപ്പെടാൻ മടങ്ങി വരാം. നാളെ സമീപിക്കുന്നു. ഒരു പാട്ടിന്റെ 2-3 ശീലുകൾ കൈയടിച്ച് പാടി ദൈവത്തെ ആരാധിച്ച് നമുക്ക് പിരിയാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾ ചിലർ ഇറങ്ങിപ്പോവും. ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. അപ്പം അതുകൊണ്ട് പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യും. നമ്മൾ കുറേ നാളായി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ വകുപ്പറിയാം. അപ്പം ഇരുന്നുകൊണ്ട് പാടാം. അപ്പോൾ പോകുന്നവരെ എനിക്ക് അത്യാവശ്യമുള്ളവർക്ക് പോകാം. അപ്പോൾ എനിക്കൊന്ന് കാണാം. പിന്നെ എവിടെ വെച്ചാലും കാണുമ്പോൾ പറയാം ഞാൻ കണ്ടെന്നിറങ്ങി പോകുന്നത് എനിക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അടിച്ച് പാടിയാൽ മതി. 2 ശീല പാട്ട് ചേർന്ന് നമ്മുടെ നാൾ സമീപിക്കുക. കർത്താവ് വരാറായി, കാഹളം കേൾക്കാറായി. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു പടിക പാട്ടിന്റെ 2 ചരണങ്ങളാണ് പാടുന്നത്. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം
മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷ കാകല ധോനിയിങ്കൽ കാകല ധോനിയിങ്കൽ കാകല ധോനിയിങ്കൽ കൈയടിച്ച് ഓ ജട ജട ഉയർത്തിടും തിരു മുഖം കാണാം. ഓ ജട ജട ഉയർത്തിടും തിരുമുഖം കാണാം. ഓ വരനെ നിന്നെ കാൺമാ എനിക്കധികം കൊതി ഉണ്ട് വരനെ നിന്നെ കൈയടിച്ച് ചേർന്ന് എനിക്കധികം കൊതിയുണ്ട്. ഓ വരനെ നിൻമുഖ വരനെ നിൻമുഖ വരനെ നിൻമുഖ വരനെ നിൻമുഖ കണ്ടു കൊതി തീരാൻ ഉണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. ശുദ്ധർ ശുദ്ധരല്ല ആഗീതം പാടും തന്റെ വരവ് ശുദ്ധർ ശുദ്ധർ എല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ഓ ആത്തും ഘോഷിച്ചോ ആത്തും ഘോഷിച്ചോ ആത്തും ഘോഷിച്ചോ ആത്തും ഘോഷിച്ചോ ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ വരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട് വരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. നിൻമുഖ വരനെ നിൻമുഖ വരനെ നിൻമുഖ വരനെ നിൻമുഖ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. വാന ആകെ നടുങ്ങോ ഈ ഭൂമി ഒന്നങ്ങിളകോ വാനം ആകെ നടുങ്ങും ഈ ഭൂമി ഒന്നങ്ങിളകോ ചട ചട ഇടികള് ചട ചട ഇടികളോ ചട ചട ഇടികളും അകല ധ്വനികൾ കേൾക്കും ആ സമയം അകല ധ്വനികൾ കേൾക്കും ആ സമയം വരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. വരനെ നിൻമുഖ വരനെ നിൻമുഖ വരനെ നിൻമുഖ വരനെ നിൻമുഖ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. വരനെ നിന്നെ കാണാൻ എനിക്കധികം ഓ ജീസസ് വരനെ നിന്നെ കാണാൻ എനിക്കധികം സമീപിക്കുന്നു നാൾ സമീപിക്കുന്നു നാൾ സമീപിക്കുന്നു വരനെ വരനെ നിൻമുഖ വരനെ നിൻമുഖം